ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് മക്കാന പായസമാണ്. മക്കാന എന്ന് പറയുന്നത് താമരയുടെ സീഡാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ ഹെൽത്തി ആയിട്ടൊരു പായസം ഉണ്ടാക്കാൻ നോക്കാം. മക്കാന എന്ന് പറയുന്നത് തന്നെ PCODക്ക് ഏറ്റവും നല്ലതാണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ നെയ്യിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതുപോലെ മക്കാന ഒന്ന് എണ്ണയിൽ ഈ നെയ്യിലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മളൊരു 100 ഗ്രാം മക്കാനയാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചവ്വേരി നമുക്ക് അവിടെ തിളയ്ക്കാൻ വെക്കാം. അതുപോലെ തന്നെ ആ നെയ്യിൽ നമുക്ക് കുറച്ച് കാഷ്യൂസ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബദാമും മക്കാനായും നമുക്കിതിലൊന്ന് പൊടിച്ചെടുക്കാം. മക്കാന നമ്മൾ 100 ഗ്രാം എടുത്തിട്ടുള്ളെങ്കിൽ അതിൽ 50 ഗ്രാം നമ്മൾ പൊടിക്കണം. ഈ ബദാമും പൊടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിച്ചെടുത്ത ഇതെല്ലാം നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഈ മക്കാന ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താലേ ഉള്ളൂ നമുക്കിത് പൊടിക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ പായസത്തിന് വേണ്ടി എടുത്ത് 1 ലിറ്റർ പാലാണ്. നമുക്കിനി ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചവ്വേരി എല്ലാം നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഈ പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ചിട്ടുള്ള നമ്മുടെ ബദാമും മക്കാനായും കൂടി ഈ പാലിലോട്ട് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കട്ട കെട്ടി പോരുതല്ലോ. അപ്പോൾ ഇട്ട ഉടനെ തന്നെ കുറച്ച് നേരവും തവിയിട്ട് ഇത് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ഈ വെള്ളത്തിൽ നമുക്കൊന്ന് അലിയിപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ മക്കാന അത് നല്ല രീതിയിൽ ചേർന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് 1 ലിറ്റർ പാലാണ് എടുത്തെങ്കിലും ഇത് തിളച്ച ഉടനെ നമ്മുടെ പായസത്തിൽ നമ്മൾ സാധാ പായസം ഉണ്ടാക്കുന്ന പോലെ ഇതാക്കി എടുക്കത്തില്ല. നല്ല രീതിക്ക് ഈ പാല് ഇനി വറ്റിച്ചൊന്ന് കുറുക്കിയെടുക്കും. ഇതിലോട്ട് നമ്മൾ ഈ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ശർക്കര ചേർക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഇതിലോട്ട് ചേർത്തിരിക്കുന്നത്. പഞ്ചസാര എല്ലാം ചേർത്തൊന്ന് കുറച്ച് നേരം ഇളക്കി ഇച്ചിരി നേരം ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത മക്കാന ബാക്കി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ 50 ഗ്രാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മക്കാന ഇതിലൊന്ന് കിടന്നൊന്ന് കുറച്ച് നേരം ഒന്ന് വെന്തൊന്ന് സോഫ്റ്റ് ആവണം. നമുക്കിതിങ്ങനെ കുറച്ച് നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മക്കാന എല്ലാം ഇട്ട പാൽ നല്ല രീതിക്ക് വെട്ടിത്തിളച്ച് വരുന്ന ഈ സമയത്ത് നമുക്കതിലോട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ വീതം നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കാം. നമുക്ക് എത്രത്തോളം നെയ്യുടെ ഇതിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം ചേർക്കാം. ഇവിടെ ഇപ്പോൾ ഒരു 3-4 സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാഫ്രോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഓപ്ഷണലാണ്. ഞങ്ങളുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് എടുത്തിട്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ കളറൊക്കെ ഇപ്പോൾ നമ്മൾ സാഫ്രോൺ ഇട്ടപ്പോഴത്തേക്കിനും അതിൻ്റെ ആ ഒരു ലൈറ്റ് മഞ്ഞ കളർ ഈ പായസത്തിൽ ഇറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ സാഫ്രോൺ ഇടുമ്പോൾ തന്നെ അതിൻ്റേതായ ഒരു ഫ്ലേവർ പായസത്തിൽ കിട്ടും. അത് ഹെൽത്തി ആണല്ലോ അതിടുമ്പോഴത്തേക്കിനും. ഇപ്പോൾ നമ്മുടെ പായസം എല്ലാം നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് നമുക്കിത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് കൈയെടുക്കുക, അതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. തുടർന്ന് ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ഓളാക്കണം. അപ്പോൾ ടാറ്റ ബൈ, സീ യു.